ഹേ എവരിവൺ. അതെ, ഇന്ന് ഞാനീ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ? ഞാനൊരു പുതിയ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഈവനിങ് വാക്കിന് നല്ല ബെസ്റ്റ് പ്ലേസ് ആണെന്നാണ് കേട്ടേക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കേ, സോ ഇതാണ് എൻട്രൻസ്. നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓക്കെ, ലെറ്റ്സ് സീ. സോ ഞാനിത് ബസ്സിൽ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ എപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരുപാട് പേര് ഇതുവഴി ഈവനിങ് വാക്കിനൊക്കെ പോകുന്നുണ്ട്. അപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു ദിവസം ഈ വഴി വന്ന് നോക്കണം എന്ന്. എനിക്ക് സെർച്ച് ചെയ്യാനൊന്നും പറ്റിയില്ല, പക്ഷെ ഞാൻ എന്തായാലും അതിനെപ്പറ്റി കൂടെ നോക്കും. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഈവനിങ് വാക്ക് ചെയ്യാമെന്നാണ് ഓർത്തത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇത് അവിടെ പോർട്ടാണ്. നിങ്ങൾ ആ ദൂരെ അവിടെ കാണുന്ന അത് പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇത് സീ ആണ്. അപ്പോൾ അതിനും ഈ റോഡിനും ഇടയ്ക്കായിട്ടുള്ള കുറച്ച് ചെതുപ്പ് സ്ഥലമാണ്. ആ ചെതുപ്പ് സ്ഥലത്താണ് ഇവർ ഈ പാലം ഇങ്ങനെ പണിതേക്കുന്നത്. പക്ഷെ അത് നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ ആ പാലം ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഇനി ഇത് കാണുന്നത് പോർട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ നടക്കാം. അവിടെ ഇരിക്കാനൊരു ചെറിയ സീറ്റ് കാണാനുണ്ട്. ഇവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കാണാൻ നല്ല രസം.
ആകാശത്തിൻ്റെ നിറമൊക്കെ പതിയെ മാറി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സ്ഥലം കണ്ടിട്ട് കുറച്ച് സേഫാണെന്ന് തോന്നുന്നു. ആളുകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമൊക്കെ. സോ ഇറങ്ങി നോക്കാം. ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കാനൊരു സുഖമാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു പ്ലേസ്. ക്ലൗഡി ആയതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ഇവിടുന്ന് എനിക്കിങ്ങനെ എവിടെ പോയാലും എനിക്കിങ്ങനെ കല്ലുകൾ പെറുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ എടുത്ത കല്ലുകളൊക്കെ പാക്കിനകത്ത് സെറ്റ് ചെയ്ത് ഉള്ള സാമഗ്രികളെല്ലാം ഉണ്ട്. എന്നിട്ട് നാം പോവുകയാണ്. തണുപ്പ് വീണ് തുടങ്ങി. അപ്പം ഞാൻ തിരിച്ച് നടക്കുകയാണ്. അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതുവഴി ഒരു ഈവനിങ് വാക്ക് പോകണമെന്ന്. അതൊക്കെ ഇങ്ങനെ വീഡിയോ ആക്കാൻ പറ്റുന്നതും ഒരു സന്തോഷം. എനിക്ക് ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയില്ല, ഇവിടുന്ന് പോകേണ്ട വന്നാൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും ഈ പ്ലേസ് വിട്ട്. എന്താണെന്നറിയില്ല, ഇവിടെ ഞാൻ ഇത്രയും നാൾ നിന്നിട്ടുള്ളത് എനിക്കെന്തോ വല്ലാത്തൊരു ഇഷ്ടമാണ് ഈ സ്ഥലത്തോട്. ഭയങ്കര പീസ്ഫുള്ളാണ്. നമ്മൾ ഓക്കെ അല്ല, സ്ട്രെസ്ഫുള്ളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി. അവിടെ ചെറിയൊരു ബ്രിഡ്ജും കൂടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൂടെ ഒന്ന് നടന്നിട്ട് വരാം. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, പോയിട്ട് വരാം. ഇവിടെ ഒരുപാട് താറാൻ കുഞ്ഞുങ്ങൾ. അവരവിടെ എന്തിനെയോ കണ്ടു കേട്ടോ. എന്തോ ഒരു എന്താണെന്ന് എനിക്കറിയില്ല. മുയലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്യും.
ഓക്കെ, അപ്പം ഞാൻ തിരിച്ച് നടക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര അതെന്ത് മൃഗം, അത് എനിക്കത് എന്താണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ പിള്ളേരാണേലും എല്ലാവർക്കും അത് ഭയങ്കര അതിൻ്റെ അടുത്ത് പോയി നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മുടെ നാട്ടിലെ പോലെ അതത്ര പേടിയൊന്നുമില്ല അതിന്. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നടക്കാനും ഒക്കെ നല്ലൊരു പ്ലേസ്. ദേഹം ഓടുന്നു. കുറച്ച് വേഗം നടക്കാം. തണുപ്പ് കുറച്ചായി തുടങ്ങി. പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് എത്തണം. ഓക്കെ, ലെറ്റ്സ് റൺ. അത്രയും ദൂരം ഓടിയപ്പോൾ ബസ് അപ്പോഴാണ്. അപ്പം ദാ നമ്മൾ ഇറങ്ങി. ബസ് വരാൻ ഇനിയും കുറച്ചൊരു 4-5 മിനിറ്റ് ഉണ്ട്. മഴ ചാറുന്നുണ്ട്, മഴത്തുള്ളി വീഴുന്നു. എനിക്ക് ട്യൂലിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ട്യൂലിപ്സ്, ലാവൻഡർ, പിന്നെ എല്ലാ പൂവും ഇഷ്ടമാണ്. അതിപ്പം വൈൽഡ് ഫ്ലവേഴ്സ് ആണെങ്കിലും ഇഷ്ടമാണ്. കണ്ടില്ലേ, എനിക്ക് ഒരു ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ കളക്ഷനുണ്ട്. അതിപ്പം റോസ് ആണെങ്കിലും വൈൽഡ് ഫ്ലവേഴ്സ് ആണെങ്കിലും ഒക്കെ ഞാൻ അതിങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ സ്റ്റോണും ഇതുമൊക്കെ ഒരു മെമ്മറി ഇല്ലേ. അപ്പം എന്താ, ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിലെത്തി. ഇതാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിന് ഇങ്ങനെ സൈൻ കാണാം. പിന്നെ ചില ബസ് സ്റ്റോപ്പ് ഇതേ അതുപോലെ സീറ്റൊക്കെ കാണാം. ഇവിടെ നല്ലൊരു ചർച്ചുണ്ട് എൻ്റെ ബാക്കിൽ. കണ്ട, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ആക്ച്വലി എനിക്കിവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതിന് വരെ ഞാൻ വരാൻ നേരം ഒരു 3 സ്റ്റോപ്പ് ബാക്കിലാണ് പോയി ഇറങ്ങിയത്. ഇതുപോലെ ഈ ചെറിയ മിനി ബസ്സാണ്. എനിക്ക് ഇങ്ങനെ നോക്കിയാൽ എൻ്റെ ബസ് അവിടെ നിന്നാണ് വരുന്നത്. വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഞാനത് നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. എപ്പോഴും ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പം ഇങ്ങനെ എനിക്ക് തോന്നും ഈ ഒരു പ്ലേസ് പോകണമെന്ന്. എനിക്കുള്ള ബസ് വന്നു. ബസ് വരുന്നു. All right, thank you very much.
സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ചെന്നിട്ട് ഈ പൂ കൊണ്ട് സെറ്റാക്കണം. ഞാൻ ഇനി പൂ സെറ്റാക്കിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് കാണിക്കും കേട്ടോ. എനിക്ക് ഉറപ്പില്ല, എനിക്ക് എക്സ്ട്രാ ഫ്ലവർ വേസ് ഉണ്ടോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ഉണ്ടെങ്കിൽ ഞാനിപ്പം തന്നെ സെറ്റ് ചെയ്യും, ഇല്ലേ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഫ്ലവർ വേസ് ഇല്ലായിരുന്നു, അപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അതിലേക്ക് തൽക്കാലം വെച്ച് സെറ്റ് ചെയ്തു. ഈ ഗ്ലാസ്സിൽ വേറെ ഒരു പൂ ഇരുന്നത്, അപ്പോൾ അതിൻ്റെയാണ് മാർക്ക്. അത് എനിക്കിനി ടൈമില്ല, മടി. ഇനി ഇതിങ്ങനെ ഇവിടെ ഇരുന്ന് പതിയെ ഡ്രൈ ആവും, അപ്പം നല്ല രസമായിരിക്കും, അപ്പോൾ വേറൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മഞ്ഞക്കുട്ടന്മാർ. ഓക്കെ, see you, bye bye.